ദുബായിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഹോളി ഖുർആൻ അവാർഡ് പരിപാടികളിൽ ശ്രദ്ധേയമാകുന്നു. നിരവധി പേരാണ് പരിപാടിയുടെ ഭാഗമായി നടക്കുന്ന പ്രഭാഷണ പരിപാടികൾ ശ്രമിക്കാനെത്തുന്നത്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ദുബായ് ചേംബർ ഓഫ് കൊമേഴ്സ് കോംപ്ലക്സിൽ ഈ മാസം 7-നാണ് അന്താരാഷ്ട്ര ഹോളി ഖുർആൻ അവാർഡ് പരിപാടികൾ ആരംഭിച്ചത്. അറബി, മലയാളം, ബംഗാളി, തമിഴ് ഭാഷകളിലായി നിരവധി പ്രഭാഷണ പരിപാടികൾ അന്താരാഷ്ട്ര ഹോളി ഖുർആൻ അവാർഡിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നു. UAE പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ രക്ഷാകർത്തൃത്വത്തിലാണ് ഓരോ വർഷവും അന്താരാഷ്ട്ര ഹോളി ഖുർആൻ അവാർഡ് മത്സരങ്ങൾ നടക്കുന്നത്. സ്ത്രീ പുരുഷന്മാരും പ്രായമായവരും കുട്ടികളുമടക്കം നിരവധി രാജ്യക്കാർ പ്രഭാഷണം കേൾക്കാനെത്തുന്നു. ദുബായ് ചേംബർ ഓഫ് കൊമേഴ്സ് കോംപ്ലക്സിൽ നടന്ന പ്രഭാഷണങ്ങൾ ശ്രവിക്കാനായി ഹോളി ഖുർആൻ സംഘാടക സമിതി മേധാവി ഇബ്രാഹിം മുഹമ്മദ് ബൂമിൽഹ, ദുബായ് കോടതി ഡയറക്ടർ ജനറൽ താരിഷ് ഈദ് അൽ മൻസൂരി തുടങ്ങി ഹോളി ഖുർആൻ സംഘാടക സമിതി അംഗങ്ങളും മുതിർന്ന ഉദ്യോഗസ്ഥരും എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ദുബായ്. റമദാനോടനുബന്ധിച്ച് UAE സാമ്പത്തിക മന്ത്രാലയം ഉദ്യോഗസ്ഥർ രാജ്യത്തെ വിവിധ മാർക്കറ്റുകളിൽ പരിശോധന നടത്തി. തെരഞ്ഞെടുക്കപ്പെട്ട ഉപഭോക്തൃ സാധനങ്ങൾക്ക് ഉയർന്ന വില ഈടാക്കി ചൂഷണം നടത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്താനായിരുന്നു പരിശോധന. പുണ്യമാസത്തിൽ ജനങ്ങൾ ബുദ്ധിമുട്ടരുതെന്ന താൽപര്യം കൊണ്ടാണ് പരിശോധന നടത്തുന്നത്. മന്ത്രാലയത്തിലെ ഉപഭോക്തൃ സംരക്ഷണ വകുപ്പ് മേധാവി ഡോക്ടർ ഹാഷിം അൽ നുയൈമിയുടെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടത്തിവരുന്നത്. ദുബായിൽ ജൂൺ 30-ന് ശേഷം ഇന്ത്യൻ വംശജർക്കുള്ള പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കാർഡുകൾ പൂർണ്ണമായും അസാധുവാകുമെന്ന് ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു. ഇതിനു മുമ്പായി മുഴുവൻ PIO കാർഡുകളും ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡുകളിലേക്ക് മാറ്റണമെന്ന് കോൺസുൽ ജനറൽ നിർദ്ദേശിച്ചു. നിലവിലുള്ള PIO കാർഡും പാസ്പോർട്ട് കോപ്പികളുമായി സമീപിച്ചാൽ കാർഡ് മാറ്റം സാധ്യമാകും. ജൂലൈ മുതൽ PIO കാർഡുകളുമായി ഇന്ത്യയിലേക്ക് പ്രവേശിക്കാനാകില്ലെന്നും കോൺസുലേറ്റ് വ്യക്തമാക്കി. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പ്രശസ്ത ഉപഭോക്തൃ ഉൽപ്പന്ന നിർമ്മാതാക്കളായ യൂണിലിവർ വിവിധ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചു. റീറ്റെയിൽ രംഗത്തെ പ്രമുഖരായ ചോയ്ത്രം ഗ്രൂപ്പുമായി ചേർന്നാണ് ക്യാമ്പയിൻ നടത്തിയത്. യൂണിലിവറിന്റെ നേതൃത്വത്തിൽ ദുബായ് ജുമൈറിലെ ചോയ്ത്രം സൂപ്പർ മാർക്കറ്റിൽ നടന്ന പരിപാടിയിൽ നിരവധി പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തി. ഊർജ്ജത്തിന്റെ ഉപയോഗം കുറയ്ക്കുകയും പുനരുൽപാദനം സാധ്യമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് യൂണിലിവർ വിവിധ ക്യാമ്പയിനുകൾ നടത്തുന്നതെന്ന് യൂണിലിവർ കൺട്രി ഡയറക്ടർ ഗൗരവ് റസ്തഗി പറഞ്ഞു. Today we are announcing the renewal of our partnership with Choitrams, third year in a row. This partnership is important to us, especially on the occasion of the World Environment Day. Our work with Choitrams is on water conservation and on waste management, and over the last 3 years, we've crossed several milestones. In the most recent past, we've kept almost 50 tons of waste out of the ground by working with the Choitrams group. പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ വ്യാപകമാക്കാനും അതുവഴി വെള്ളത്തിന്റെ ഉപയോഗം കുറയ്ക്കാനുമാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദുബായ്. ഒമാനിൽ കാണാതായ കോട്ടയം സ്വദേശി ജോൺ ഫിലിപ്പിനായി അന്വേഷണം തുടരുന്നു. തിരോധാനവുമായി ബന്ധപ്പെട്ട് സഹപ്രവർത്തകനായ മലയാളി കസ്റ്റഡിയിലായി. ജോണിനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് സഹോദരൻ മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര പ്രവാസികാര്യമന്ത്രിക്കും നിവേദനം നൽകിയിട്ടുണ്ട്. സനീനയിലെ അൽമഹ പെട്രോൾ പമ്പിലെ സൂപ്പർവൈസറായിരുന്ന കോട്ടയം മണർകാട് സ്വദേശി ജോൺ ഫിലിപ്പിനെ വെള്ളിയാഴ്ച രാത്രി 9:45 ശേഷമാണ് കാണാതായത്. കാണാതാകുന്നതിന് 2 മണിക്കൂർ മുമ്പ് മണർകാടുള്ള വീട്ടിലേക്ക് ജോൺ വിളിച്ചിരുന്നുവെന്ന് ഭാര്യ ബിനു പറഞ്ഞു. അവിടുത്തെ സമയം 9:30-ക്കാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് നമുക്ക് റിപ്പോർട്ട് കിട്ടുന്നത്. അപ്പോൾ ആ സമയത്ത് ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളെന്നാണ് പറയുന്നത്. കാരണം അങ്ങനെ ഒറ്റയ്ക്കാകുന്ന അല്ല ആ സമയത്ത്. ഞങ്ങൾ കഴിഞ്ഞ മാസം അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതിനു മുമ്പ് അവിടെ പോയിട്ടുള്ളത്, വെക്കേഷന് പോകും. അപ്പം ഞങ്ങൾക്ക് അറിയാവുന്ന സ്ഥലവും ഒക്കെ തന്നെയാണ്. അവിടെ അങ്ങനെ ഒറ്റയ്ക്ക് ആകാറില്ല ഓഫീസിൽ. കൊല്ലം സ്വദേശി ബാബുവും ഒരു ഒമാൻ സ്വദേശിയുമാണ് ജോണിനൊപ്പം പെട്രോൾ പമ്പിൽ ജോലി ചെയ്തിരുന്ന മറ്റുള്ളവർ. റമദാനായതിനാൽ ഒമാൻ സ്വദേശി ജോലിക്കെത്തിയിരുന്നില്ല. അന്ന് ഉച്ചയ്ക്ക് ശേഷം ജോൺ മാത്രമായിരുന്നു പെട്രോൾ പമ്പിൽ ഉണ്ടായിരുന്നത്. ശനിയാഴ്ച കൊല്ലം സ്വദേശി ബാബു എത്തിയപ്പോഴാണ് ഓഫീസ് തുറന്നു കിടക്കുന്നത് കണ്ടതും വിവരം പോലീസിനെ അറിയിച്ചതും. ഓഫീസിൽ പിടിവലി നടന്നതിന്റെ ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും ടിഷ്യൂ ഉപയോഗിച്ച് രക്തക്കറ തുടച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ജോൺ ജോലി ചെയ്തിരുന്ന പമ്പിലെയും തൊട്ടടുത്ത ഷോപ്പിലെയും കളക്ഷൻ തുകയായ 5000 റിയാലും നഷ്ടമായിട്ടുണ്ട്. പമ്പിലെ CCTVയുടെ ഹാർഡ് ഡിസ്കും അപ്രത്യക്ഷമായി. ആസൂത്രിതമായി കവർച്ച നടത്തുന്ന സംഘമായിരിക്കാം ജോണിന്റെ തിരോധാനത്തിന് പിന്നിലെന്നും പോലീസ് സംശയിക്കുന്നു. കൂടുതൽ ചോദ്യം ചെയ്യാനായി ബാബുവിനെ ഒമാൻ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാസർഗോഡ് പള്ളിക്കരയിലുണ്ടായ വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിലെ 6 പേർ മരിച്ചു. നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ചാണ് അപകടമുണ്ടായത്. ചേറ്റുകുണ്ട് സ്വദേശികളായ ഖൈറുന്നീസ, ഫാത്തിമ, സക്കീന, ഷാജിന, സുജീർ, റംസീന എന്നിവരാണ് മരിച്ചത്. കാസർഗോഡ് പള്ളിക്കരയിൽ നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ചാണ് കുട്ടി ഉൾപ്പെടെ 6 പേർ മരിച്ചത്. ചേറ്റുകുണ്ട് സ്വദേശികളാണ് മരിച്ചവർ. വൈകിട്ട് 6:30 അപകടം നടന്നത്.
ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. ഓടിക്കൂടിയ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ചാണ് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്തത്. 3 പേരുടെ മൃതദേഹങ്ങൾ ഉദുമ ആശുപത്രിയിലും 2 പേരുടെ മൃതദേഹങ്ങൾ കാഞ്ഞങ്ങാട് ആശുപത്രിയിലുമാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. വർക്കല വെട്ടുകാട്ടിൽ ബ്ലേഡ് മാഫിയയുടെ അഴിഞ്ഞാട്ടം. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ബ്ലേഡ് മാഫിയ സംഘം കുടുംബാംഗങ്ങളെ വീട്ടിൽ നിന്നും ക്രൂരമായി ആക്രമിച്ച് ഇറക്കിവിട്ടു. 1 മാസത്തെ പലിശ തിരിച്ചടവ് മുടങ്ങിയതിനാണ് ബ്ലേഡ് മാഫിയയുടെ ആക്രമണം. വെട്ടുകാട്ടിൽ സോളമന്റെ വീടും സ്ഥലവും ബ്ലേഡ് മാഫിയ കൈക്കലാക്കി. തന്നെ ക്രൂരമായി മർദ്ദിച്ചുവെന്നും വസ്ത്രങ്ങൾ വലിച്ചുകീറിയെന്നും വീട്ടുടമസ്ഥ ലില്ലി സോളമൻ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ബ്ലേഡ് മാഫിയ കുടുംബാംഗങ്ങളെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പീപ്പിൾ ടിവിക്ക് ലഭ്യമായി. വർക്കല വെട്ടുകാട് കുളമുട്ടം സോണി ലാൻഡ് എന്ന വീട്ടിലെ സോളമൻ, ലില്ലി സോളമൻ എന്നിവർക്കാണ് ബ്ലേഡ് മാഫിയയുടെ ക്രൂരമായ ആക്രമണത്തിന് വിധേയരാകേണ്ടി വന്നത്. ആകെയുള്ള 8 സെന്റ് സ്ഥലവും വീടും ബ്ലേഡുകാർക്ക് തീരെഴുതി കൊടുത്ത് സോളമൻ കഴിഞ്ഞ മാർച്ചിൽ 12 ലക്ഷം രൂപ വാങ്ങിയിരുന്നു. മാസം 35,000 രൂപ തവണ വ്യവസ്ഥ പ്രകാരം അടയ്ക്കുമെന്നായിരുന്നു കരാർ. ഇതനുസരിച്ച് 70,000 രൂപ സോളമൻ അടയ്ക്കുകയും ചെയ്തു. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഈ മാസത്തെ തവണ അടയ്ക്കാനായില്ല. 10-ലേറെ പേർ ചേർന്നാണ് തന്നെ ആക്രമിച്ചതെന്ന് വീട്ടുടമസ്ഥ ലില്ലി സോളമൻ പറയുന്നു. ശരിക്ക് തല്ലി, എന്നിട്ട് എൻ്റെ ഉടുപ്പെല്ലാം വലിച്ചു കയറിയത് അവിടെ വെച്ചായിരുന്നു. ഈ ഷാജി എന്ന് പറഞ്ഞ ഷാജിയും പിന്നെ മാനു എന്ന് പറഞ്ഞൊരു ചെറുക്കനും, അവനിപ്പോൾ ഗൾഫിൽ നിന്ന് വന്നതേ ഉള്ളു. അവൻ വെറും ഒരു ഗുണ്ടയാണ്. ഇങ്ങനെയാണ് ഒരു അടിയടിച്ചത്. എന്നിട്ട് ആ ഷാജി എന്ന് പറഞ്ഞ എൻ്റെ ഉടുപ്പെല്ലാം വലിച്ചു കയറി. എല്ലാവരും കണ്ടുകൂടെ ഉള്ള. എന്നാൽ തങ്ങൾക്ക് സോളമൻ വിലയാധാരമായി വിറ്റതാണ് വീടെന്നതാണ് ബ്ലേഡ് സംഘത്തിന്റെ പക്ഷം. എന്നാൽ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇപ്പോഴും സോളമന്റെ പേരിൽ തന്നെയാണ്. 100 കണക്കിന് നാട്ടുകാർ നോക്കി നിൽക്കെയാണ് ബ്ലേഡ് മാഫിയ സംഘം വീട്ടമ്മമാരടക്കമുള്ളവരെ അതിക്രൂരമായി മർദ്ദിച്ച് വീട് കൈവശപ്പെടുത്താൻ ശ്രമിച്ചത്. അധികാരികൾ വരും ദിവസങ്ങളിൽ ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബ്ലേഡ് മാഫിയ സംഘങ്ങൾ കേരളത്തിൽ അഴിഞ്ഞാടും. ബ്ലേഡ് മാഫിയ സംഘത്തിന്റെ ആക്രമണം നടന്ന വീട്ടിനുള്ളിൽ നിന്നും ക്യാമറമാൻ ചന്ദ്രശേഖരനൊപ്പം എസ് ജീവൻകുമാർ, വർക്കല. സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷനിൽ തോട്ടണ്ടി വാങ്ങിയതിലെ ക്രമക്കേട് സംബന്ധിച്ച പരാതിയിൽ കശുവണ്ടി കോർപ്പറേഷൻ മുൻ ചെയർമാനും INTUC നേതാവുമായ ഇ ചന്ദ്രശേഖരനെ 1-ാം പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തു. കോർപ്പറേഷൻ മുൻ MD കെ രതീഷ്, JMJ കമ്പനി പ്രതിനിധി എന്നിവരെ 2-3 പ്രതികളാക്കിയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. UDF സർക്കാരിന്റെ കാലത്താണ് കശുവണ്ടി ഇറക്കുമതി നടന്നത്. 2000 മെട്രിക് ടൺ കശുവണ്ടി വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തതിൽ നിയമാനുസൃതമുള്ള ടെൻഡർ നടപടികൾ പാലിച്ചില്ലെന്നും നിലവാരമില്ലാത്ത കശുവണ്ടിയാണെന്നും ചൂണ്ടിക്കാട്ടി കൊല്ലം സ്വദേശി മനോജ് പരാതി നൽകിയിരുന്നു. പരാതിയിൽ കോർപ്പറേഷനിലെ മറ്റ് ക്രമക്കേടുകളെക്കുറിച്ച് CBI അന്വേഷിക്കാൻ നേരത്തെ ഹൈക്കോടതി ഉത്തരവുമിട്ടിരുന്നു. 25 ലക്ഷങ്ങൾക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് ഈ ടെൻഡർ വേണമെന്ന നിയമം കശുവണ്ടി ഇറക്കുമതിയിൽ പാലിച്ചിരുന്നില്ല. ഒരാൾ മാത്രമായിരുന്നു ടെൻഡറിൽ പങ്കെടുത്തത്. എന്നാൽ റീടെൻഡർ ചെയ്യാൻ അധികൃതർ അന്ന് തയ്യാറായതുമില്ല. ഒരാൾ മാത്രമുള്ളപ്പോൾ റീടെൻഡർ ചെയ്യണമെന്നാണ് വ്യവസ്ഥ. ഒരു ചാക്കിൽ 80 കിലോഗ്രാം കശുവണ്ടിയാണ് ഉണ്ടാവുക. ഇത് സംസ്കരിക്കുമ്പോൾ 24 കിലോഗ്രാം പരിപ്പാണ് കിട്ടേണ്ടത്. എന്നാൽ നിശ്ചിത അളവിൽ പരിപ്പ് കിട്ടിയില്ലെന്നും പരാതി ഉയർന്നിരുന്നു. പല രീതിയിൽ സംസ്ഥാനത്തിന് നഷ്ടം വന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വർഗീയതയെ ചെറുക്കാൻ ജനകീയ പ്രതിരോധം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിരോധം സത്വാദത്തിന്റെ അടിസ്ഥാനത്തിൽ ചിതറരുത്. ഫലപ്രദമായ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഡോക്ടർ M ഭാസ്കരൻ നായർ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. മതനിരപേക്ഷതാവാദികളെ ഉത്കണ്ഠപ്പെടുത്തുന്ന ഒന്നുണ്ട്. അത് പ്രതിരോധത്തിനായി അണിനിരക്കുന്ന ബഹുജനങ്ങളിലെ വിവിധ വിഭാഗങ്ങൾ സ്വത്വവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീയമായി സംഘടിപ്പിക്കപ്പെടാനുള്ള സാധ്യതയാണ്. അത് അപകടകരമാണ്. പകരം ആ വിഭാഗങ്ങളിലെല്ലാം പെടുന്ന ജനങ്ങളുടെ വിശാല ഐക്യനിരയായിരിക്കണം നമുക്ക് സൃഷ്ടിക്കാനാവുന്നത്. അതായിരിക്കണം പ്രതിരോധത്തിൻ്റെ പൊതുവേദി. വിവാദ ഭൂമികളിൽ കൃഷി ഇറക്കാൻ കൃഷി വകുപ്പിന്റെ പദ്ധതി. ആറന്മുള, മെത്രാൻകായൽ ഉൾപ്പെടെയുള്ള ഭൂമികളിൽ കൃഷി ഇറക്കുന്നത് സംബന്ധിച്ച് വകുപ്പ് സെക്രട്ടറിയിൽ നിന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ റിപ്പോർട്ട് തേടി. നിലവിൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ UDF സർക്കാർ കൊണ്ടുവന്ന ഭേദഗതികൾ സർക്കാർ പിൻവലിക്കുമെന്നും കൃഷിമന്ത്രി പറഞ്ഞു. തരിശുഭൂമികൾ കൃഷിയോഗ്യമാക്കുക എന്ന നയത്തിന്റെ ചുവടുപിടിച്ചാണ് മെത്രാൻകായലിലും ആറന്മുള വിമാനത്താവളത്തിനായി ഏറ്റെടുത്ത ഭൂമിയിലും കൃഷിയിറക്കാൻ സർക്കാർ പദ്ധതി തയ്യാറാക്കുന്നത്. ഇക്കാര്യത്തിൽ നിയമവശങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനാണ് കൃഷിമന്ത്രി VS സുനിൽകുമാർ കൃഷി സെക്രട്ടറി രാജു നാരായണസ്വാമിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മെത്രാൻകായല് അതുപോലെ തന്നെ ആറന്മുള നികത്തിയിട്ടുള്ള സ്ഥലത്തും അതുപോലെ അവിടെ കൃഷിഭൂമിയെ കിടക്കുന്ന സ്ഥലത്തും വീണ്ടും കൃഷി ആരംഭിക്കാൻ എന്താണ് ചെയ്യാൻ കഴിയുക എന്നതിനെ സംബന്ധിച്ച്
അഗ്രികൾച്ചർ സെക്രട്ടറി രാജീവ് നാരായണസ്വാമി റിപ്പോർട്ട് ചോദിച്ചിരിക്കുകയാണ്. റിപ്പോർട്ട് ഈ ആഴ്ച തന്നെ തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം നിലവിൽ തണ്ണീർത്തട നിയമത്തിൽ പറയുന്ന വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ അവിടെയെല്ലാം കൃഷി പുനരാരംഭിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. മെത്രാൻകായലിൽ കൃഷി ഇറക്കുന്നതിന് മുന്നോടിയായി ഈ മാസം 17-ന് പ്രദേശം കൃഷിമന്ത്രി സന്ദർശിക്കും. 17-നകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മന്ത്രി സുനിൽകുമാറിന്റെ നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം, തൃശൂർ. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് VM സുധീരൻ. മുൻ റിപ്പോർട്ടുകൾക്ക് വ്യത്യസ്തമായി മേഖലാ സമിതികളുടെ റിപ്പോർട്ടിന്മേൽ നടപടിയുണ്ടാകുമെന്നും സുധീരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് തോൽവി പരിശോധിക്കുന്ന 4 മേഖലാ സമിതികൾക്ക് KPCC 19 മാർഗനിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിർജീവരായ നേതാക്കൾ, പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവരെ കണ്ടെത്തുക, ജംബോ കമ്മിറ്റികൾ ഗുണം ചെയ്തോ എന്ന് പരിശോധിക്കുക തുടങ്ങിയവ നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നു. ഉത്തരവാദികൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് VM സുധീരൻ വ്യക്തമാക്കി. ഏതായാലും ഈ സമിതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന വിവരം, സമിതി രൂപീകരിച്ച വിവരം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ട് വന്നാൽ അതിന്റെ പൊതുവിവരവും ഹൈക്കമാൻഡിലേക്ക് റിപ്പോർട്ട് ചെയ്യും. ജൂലൈ 5-നകം റിപ്പോർട്ട് നൽകാനാണ് 4 കമ്മിറ്റികൾക്കുമുള്ള KPCCയുടെ നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഉഡ്ത പഞ്ചാബ് സിനിമാ വിവാദത്തിൽ സെൻസർ ബോർഡിന് കനത്ത തിരിച്ചടി. സിനിമയ്ക്ക് 2 ദിവസത്തിനകം സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് ബോംബെ ഹൈക്കോടതി ഉത്തരവിട്ടു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ സെൻസർ ബോർഡിന് അധികാരമില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. 68 പരാമർശങ്ങൾ നീക്കണമെന്ന സെൻസർ ബോർഡ് നിർദ്ദേശം തള്ളിയ കോടതി ഒരു ഭാഗം മാത്രം മുറിച്ചുമാറ്റി സിനിമ റിലീസ് ചെയ്യാമെന്നും വ്യക്തമാക്കി. സിനിമയിലെ ഭാഗങ്ങൾ മുറിച്ചുമാറ്റണമെന്നാവശ്യപ്പെടാൻ സെൻസർ ബോർഡിന് അധികാരമില്ല. സിനിമ കാണണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. സെൻസർ ബോർഡ് അവകാശപ്പെട്ടതുപോലെ പഞ്ചാബിനെ അപകീർത്തികരമായി ചിത്രീകരിക്കുന്ന ഒന്നും തന്നെ സിനിമയിലില്ല. അതിനാൽ തന്നെ 2 ദിവസത്തിനകം ഉഡ്ത പഞ്ചാബ് എന്ന സിനിമയ്ക്ക് A സർട്ടിഫിക്കറ്റ് നൽകണമെന്നാണ് ബോംബെ ഹൈക്കോടതി ഉത്തരവിട്ടത്. 13 വിഭാഗങ്ങളിലായി 89 പരാമർശങ്ങൾ നീക്കം ചെയ്യണമെന്നായിരുന്നു സെൻസർ ബോർഡിന്റെ നിർദ്ദേശം. എന്നാൽ ജനക്കൂട്ടത്തിന് നടുവിൽ മൂത്രമൊഴിക്കുന്ന ഒരു രംഗവും പാകിസ്ഥാനെ സംബന്ധിക്കുന്ന ഒരു പരാമർശവും സിനിമയിൽ നിന്ന് നീക്കം ചെയ്ത് സിനിമ റിലീസ് ചെയ്യാമെന്നും കോടതി വ്യക്തമാക്കി. ജനാധിപത്യത്തിന്റെയും ഭരണഘടനയുടെയും വിജയമാണ് കോടതി വിധിയെന്ന് സിനിമയുടെ നിർമ്മാതാക്കളായ ഫാന്റം ഫിലിംസിന്റെ അഭിഭാഷകൻ പറഞ്ഞു. നിർമ്മാതാക്കളുടെ ഇച്ഛാശക്തിയെ അഭിനന്ദിക്കുന്നുവെന്നും കൃത്യസമയത്ത് സിനിമ തിയേറ്ററുകളിൽ എത്തുമെന്നും സംവിധായകൻ അഭിഷേക് ചൌബെ പ്രതികരിച്ചു. സിനിമയുടെ പേരിലെ പഞ്ചാബ് എന്ന ഭാഗം MP, MLA, പാർലമെന്റ് തുടങ്ങിയ 89 പരാമർശങ്ങൾ നീക്കിയാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് അനുവദിക്കാനാകൂ എന്ന സെൻസർ ബോർഡിന്റെ നിലപാടിനെതിരെ നിർമ്മാതാക്കളിൽ ഒരാളായ അനുരാഗ് കശ്യപാണ് കോടതിയെ സമീപിച്ചത്. കോടതിയിൽ നിന്നും തിരിച്ചടിയുണ്ടായ സാഹചര്യത്തിൽ സെൻസർ ബോർഡ് ചെയർമാൻ പഹ്ലാജ് നിഹലാനി രാജിവെക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം 5 വർഷം കൂടുമ്പോൾ നടത്തണമെന്നാണ് സർക്കാർ നിലപാടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ന്യായമായ ആനുകൂല്യങ്ങൾ ജീവനക്കാർക്ക് ലഭിക്കുന്നുണ്ട്. പുറംവരവ് പ്രതീക്ഷിക്കരുതെന്നും ഭരണ നടപടികളെല്ലാം അഴിമതി വിമുക്തമാക്കണമെന്നും പിണറായി പറഞ്ഞു. തിരുവനന്തപുരത്ത് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സുവർണ ജൂബിലി സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 10 വർഷ കാലാവധിയിൽ ശമ്പളം പരിഷ്കരിച്ചാൽ മതി എന്ന നിർദ്ദേശം ഉയർന്നു വന്നത് നല്ലതുപോലെ ജീവനക്കാരിൽ ആശങ്ക ഉളവാക്കിയിട്ടുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങളിൽ LDF സർക്കാരിൻ്റെ സമീപനം സുവ്യക്തമാണ്. 5 വർഷ കാലയളവിനുള്ളിൽ തന്നെ മുൻപ് നിലനിൽക്കുന്ന പോലെ ശമ്പള പരിഷ്കരണം നടത്തുന്നതിനോടാണ് LDF സർക്കാർ യോജിച്ചത്. ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ പൗലോസ് മാർ ദ്വിതീയൻ കാതോലിക്ക ബാവ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. നേരത്തെ തങ്ങൾ അനാഥരായിരുന്നുവെങ്കിൽ ഇപ്പോൾ സനാഥരാണെന്ന് പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ പറഞ്ഞു. സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കാതോലിക്ക ബാവ ആശംസകൾ നേർന്നു. ഞങ്ങളെ കരുതുന്ന ഒരു സർക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു വികാരമാണ്. ഞങ്ങൾ ഇപ്പോൾ സനാഥരാണ് പൊളിറ്റിക്കലി, മറ്റു ഞങ്ങൾ അനാഥരാണെന്നുള്ളൊരു വികാരം ഉണ്ടായിരുന്നു. VS അച്യുതാനന്ദന്റെ MLA ഹോസ്റ്റലിലെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. രാവിലെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കൊപ്പം VS ഓഫീസിൽ എത്തി. നെയ്യാർ ബ്ലോക്കിലെ 1D ആണ് VSന്റെ ഓഫീസ്. ഒരു 11 മണി ഉച്ചയ്ക്ക് മുമ്പും ഒരു 4-ന് ശേഷം ഉച്ചയ്ക്ക് ശേഷവും ഒന്ന് പൊതുവെ പറയാവുന്നതാണ്. അത്യാവശ്യമുള്ള ദിവസങ്ങളിൽ കുറച്ച് കൂടുതൽ മാനസികമുണ്ടാകും.
മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉടൻ ഉയർത്തണമെന്ന് തമിഴ്നാട്. ജലനിരപ്പ് 152 അടിയായി ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ജയലളിത നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ജലനിരപ്പ് ഉയർത്തണമെന്ന് തമിഴ്നാട്ടിലെ കർഷക സംഘടനകൾ മുഖ്യമന്ത്രി ജയലളിതയോട് ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ജലനിരപ്പ് ഉയർത്താനാണ് തമിഴ്നാട് സർക്കാരിന്റെ നീക്കം. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താൻ പുതിയ നീക്കവുമായാണ് തമിഴ്നാട് സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. നാളെ 11 മണിക്കാണ് മുഖ്യമന്ത്രി ജയലളിത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയായി ഉയർത്തണമെന്ന് മുഖ്യമന്ത്രി ജയലളിത പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടും. ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്താൻ വേണ്ട നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നും ജയലളിത ആവശ്യപ്പെടും. തമിഴ്നാട്ടിലെ വിവിധ കർഷക സംഘടനകളുടെ ഫെഡറേഷനുകളും ഈ ആവശ്യം ഉന്നയിച്ച് തമിഴ്നാട് സർക്കാരിന് നിവേദനം നൽകിയിരുന്നു. മുല്ലപ്പെരിയാറിനൊപ്പം കാവേരി വിഷയത്തിലും കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉറപ്പാക്കണമെന്ന് തമിഴ്നാട് സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെടും. അണ്ണാ DMK NDA ചേർക്കാനുള്ള നീക്കങ്ങൾ സജീവമായിരിക്കെയാണ് ജയലളിത മോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. രാജ്യസഭയിലടക്കം നിർണായക വിഷയങ്ങളിൽ BJPക്ക് അണ്ണാ DMKയുടെ പിന്തുണ ആവശ്യമായതിനാൽ മുല്ലപ്പെരിയാർ വിഷയത്തിലടക്കം തമിഴ്നാടിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചേക്കുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, ദില്ലി. 19ാമത് EMS ദേശീയ സെമിനാർ മലപ്പുറം മഞ്ചേരിയിൽ സമാപിച്ചു. സമാപന സമ്മേളനം CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. RSSും BJPയും രാജ്യത്തുണ്ടാകുന്ന അസഹിഷ്ണുത ദീർഘദൃഷ്ടിയോടെ തിരിച്ചറിഞ്ഞും ജാഗ്രത പാലിച്ചും ഇടതുപക്ഷത്തെ മുന്നോട്ട് കൊണ്ടുപോയ നേതാവായിരുന്നു EMS എന്ന് പ്രകാശ് കാരാട്ട് ഓർമ്മിച്ചു. രാജ്യത്തിന്റെ പ്രധാന ശത്രുക്കൾ ഭരണം കൈയാളുന്ന കാലത്താണ് EMSന്റെ ചിന്തകൾ ഏറെ പ്രസക്തമാവുന്നതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പറഞ്ഞു. When EMS was the General Secretary of the Communist Party of India, Marxist, and he used to conduct press conferences in Delhi from time to time. And in 1989, while addressing a press conference, for the first time he talked about the BJP-RSS combined. മഞ്ചേരിയിൽ EMS ദേശീയ സെമിനാറിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രകാശ് കാരാട്ട്. EMS ജന്മദിനത്തോടനുബന്ധിച്ച് EMS സ്മാരക പഠന ഗവേഷണ കേന്ദ്രമാണ് സെമിനാർ സംഘടിപ്പിച്ചത്. സമാപന സമ്മേളനത്തിൽ മന്ത്രി KT ജലീൽ മുഖ്യപ്രഭാഷണം നടത്തി. പ്രഭാത് പട്നായിക്, പ്രൊഫസർ MM നാരായണൻ, CP നാരായണൻ MP, ഹമീദ് ചേന്ദമംഗലൂർ, MA ബേബി, സുനിൽ P ഇളയിടം തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ സംസാരിച്ചു. നവകേരള സൃഷ്ടിക്ക് പുതിയ മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചാണ് സെമിനാർ സമാപിച്ചത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.